ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള SITയുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയാണ്. എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ്. 3 പേര് ജയിലിൽ നിന്നിറങ്ങിയാണ്. അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ CPM നേതാക്കളായ 3 പേരും ജയിലിൽ നിന്നിറങ്ങും. അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ SIT അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാരപാലക ശില്പം കൊണ്ടുപോയത്. ആ തിരുത്തി അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് 3 ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത്. അപ്പൊ എല്ലാം വൈകിക്കുകയാണ്. കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് UDF നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത്. മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ്. ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്? ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT ആണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു. സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ. ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ SIT അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് കോടതി പറഞ്ഞു. SIT അന്വേഷണം മുമ്പോട്ട് പോകാത്തതുകൊണ്ടാണ്, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ. SIT അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ. പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം? കോടതി പറഞ്ഞ കാര്യം തന്നെയാണ്, കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി, നിയമമന്ത്രി പറഞ്ഞു UDFന്റെ കാലത്തെ കുറിച്ചുള്ള അന്വേഷിച്ചോ. പക്ഷെ അന്നത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന കാര്യം ആ വാഹനം കൈമാറിയത്. അത് ശരിയാണ് എന്നുള്ള കോടതി വിധി, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണറെ, അതിനെല്ലാം ചുമതല വഹിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അഭിനന്ദിച്ചിട്ടുമുണ്ട്. ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? 2019 CPM കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. സംശയമില്ലല്ലോ. വീണ്ടും 2024 ഒന്നുകൂടി സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോടതി എന്താ പറഞ്ഞത്? ഫേക്ക് അർജൻസി ഉണ്ടാക്കി. ഒന്നുകൂടി പോയി. അപ്പൊ 1 മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, 2 ഇപ്പോഴത്തെ മന്ത്രി വാസവൻ, അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര്, ഇപ്പൊ പിരിഞ്ഞുപോയ പ്രസിഡന്റ്, ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടും അവർക്കെതിരായി അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. എന്താ അതിന്റെ മെസ്സേജ്? അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ്. അപ്പൊ CPMന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്.